ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇഡി എത്തുന്നു. എല്ലാം ശരിയാകും, എല്ലാം ശരിയാക്കും. വിറ്റുവോ വിശ്വാസം? ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന കോടതിയുടെ ചോദ്യം. ഹർജിയിൽ ഇടപെടുന്നില്ല എന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നിർണായകമായ ഒരു ചോദ്യം, അതിന് വാസുവിന് മിണ്ടാട്ടമില്ല. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയാണ് സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിയത്? വാസുവിന് പുറം ലോകം കാണാൻ ഇപ്പോഴൊന്നും കഴിയില്ല അല്ലേ? കേസിൽ ജാമ്യം നൽകണം, അത് പ്രായം പരിഗണിച്ചുകൊണ്ടും ഒപ്പം ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ താൻ ദേവസ്വം കമ്മീഷണറായിരുന്നു, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട തനിക്ക് ബന്ധമില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളായിരുന്നു എൻ വാസു സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് ഉന്നയിച്ചത്. പക്ഷേ ഈ വാദങ്ങൾ പരിഗണിക്കാനോ അല്ലെങ്കിൽ ഈ ഹർജി തന്നെ പരിഗണിച്ച് അതിൽ ഇടപെടാനോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. നിലവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം നടക്കുന്നത്. ഒപ്പം ഹൈക്കോടതി ഇതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഹർജിയിൽ ഇടപെടേണ്ടതില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ഒപ്പം അതിൽ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ നിർണായകമായിട്ടുള്ള ചോദ്യവും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന ചോദ്യമാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം സ്വർണ്ണ കവർച്ചാ കേസിൽ, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിലെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഒപ്പം സ്വർണ്ണപ്പാളികൾ എന്തിനാണ് വീണ്ടും സ്വർണം പൂശേണ്ട ആവശ്യകത എന്ന ചോദ്യം കൂടി സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും നിർണായകമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. എൻ വാസുവിന് കനത്ത തിരിച്ചടി കേസിൽ ഉണ്ടായിരിക്കുന്നു. സുപ്രീം കോടതിയും ജാമ്യം തള്ളിയിരിക്കുകയാണ്. ഈ കേസിലെ മറ്റു പ്രതികളും കീഴ്ക്കോടതികളിൽ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളുകയും നിയമ നടപടി കർശനമാകുമ്പോൾ ഭാവിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി നിലവിൽ ഈ കേസിൽ വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അശ്വതി. ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ നിർണായക ചോദ്യം, ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ? ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഇനി കുറേ അധികം നാൾ വാസുവിന് ജയിൽ അഴികളെണ്ണാം. പുറം ലോകം ഇപ്പോഴൊന്നും കാണണ്ട. സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.